എൻ്റെ പേര് ലക്ഷ്മി. ബേസിക്കലി ഞാനൊരു ട്രിവാൻഡ്രംകാരിയാണ്. ഇപ്പോൾ ദുബായിലാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു ഫോട്ടോഷൂട്ടിനെ പറ്റി സംസാരിക്കാനാണ് കേട്ടോ. ചെറുപ്പകാലം തൊട്ടേ ഇങ്ങനെ മാഗസിൻ്റെ മുഖചിത്രങ്ങളൊക്കെ നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു എന്നെങ്കിലും ഞാൻ വരുമോ എന്നുള്ളത്. ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് അതിനെപ്പറ്റിയുള്ള വിശേഷങ്ങൾ പറയാനാണ് കേട്ടോ. അങ്ങനെയാണ് ഞാൻ ഇൻസ്റ്റാഗ്രാം വഴി ദിജിൽ എന്ന് പറയുന്ന ഒരു ഫ്രണ്ടിനെ പരിചയപ്പെടുന്നതും ഇങ്ങനെ ഒരു ഫോട്ടോഗ്രാഫർ ഉണ്ടെന്ന് പുള്ളി എനിക്ക് സജസ്റ്റ് ചെയ്യുകയും അങ്ങനെയാണ് ഞാൻ ഇക്കുഡ്സ് ചേട്ടനിലേക്ക് എത്തിച്ചേരുന്നതും. പുള്ളിയുടെ വർക്കുകളൊക്കെ ഞാൻ ഒരുപാട് അന്വേഷിച്ചു, കണ്ടു, എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അങ്ങനെയാണ് ഞാൻ രഘുചേട്ടനെ മീറ്റ് ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നത്. അങ്ങനെയാണ് ഞാൻ രഘുചേട്ടനെ പരിചയപ്പെടാൻ തീരുമാനിക്കുന്നത്. പുള്ളിയുടെ തിരക്ക് കാരണം ആദ്യമൊന്നും പറ്റിയിരുന്നില്ല. പിന്നെ ഒരു ദിവസം പുള്ളി ചങ്ങനാശ്ശേരിയിൽ വെച്ച് ഷൂട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ നേരെ ട്രിവാൻഡ്രത്ത് നിന്ന് അങ്ങോട്ടേക്ക് വണ്ടി കയറുകയാണ് ഉണ്ടായത്. അങ്ങനെ അന്ന് തന്നെ പുള്ളിക്കാരൻ പറയുകയും ചെയ്തു നമുക്ക് ഷൂട്ട് ചെയ്യാമെന്ന്. പക്ഷേ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. എന്തോ എല്ലാം കൊണ്ടും എല്ലാം ഭംഗിയായി നടന്നു, എല്ലാം വളരെ കൂളായി നടന്നു. അതെൻ്റെ ഒരു ഭാഗ്യമായി ഞാൻ കാണുന്നു. ഈ ഷൂട്ട് നടക്കുന്ന ടൈമിൽ ഞാൻ നല്ല ടെൻഷനിലായിരുന്നു. പക്ഷേ എല്ലാം വളരെ ഭംഗിയായിട്ട് തന്നെ നടന്നു. അതിനെന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത് സുരേഷ് ചേട്ടനും ആദിയുമാണ്. ഇവർ രണ്ടുപേരുമാണ് രഘുചേട്ടനോടൊപ്പം നിന്ന് എന്നെ ഒരുപാട് സപ്പോർട്ട് ഹെൽപ്പും ചെയ്തത്. പിന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള കോസ്റ്റ്യൂം റെഡിയാക്കി തന്നത് ചിറ്റ ചേച്ചിയാണ്. പുള്ളിക്കാർ തന്നെയാണ് മേക്കപ്പും റെഡിയാക്കി തന്നത്. എൻ്റെ ഷൂട്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നല്ലേ, അത് പറക്കാട് ജുവലേഴ്സിൻ്റെ ആഭരണങ്ങൾ തന്നെയാണ്. അതിന് എനിക്ക് എൻ്റെ കോസ്റ്റ്യൂമിന് അനുയോജ്യമായിട്ടുള്ള ആഭരണങ്ങൾ ഡിസൈൻ ചെയ്തു തന്ന പറക്കാട് ജുവലേഴ്സിനോട് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. ഇതിനെനിക്ക് അവസരം ഉണ്ടാക്കി തന്ന മഹിളാരത്നം മാഗസിനോട് ഞാൻ എൻ്റെ പ്രത്യേക നന്ദി അറിയിക്കുകയാണ്. ഇനി മുന്നോട്ടുള്ള എൻ്റെ കരിയറിലും യാത്രയിലും എല്ലാവരും എന്നോടൊപ്പം ഉണ്ടാവണം. എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും എനിക്ക് വേണം.